പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കരുത്, മരണത്തെപ്പറ്റി ചിന്തിക്കരുത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പറയുക, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതുകൊണ്ട് ഭാരം ഒറ്റയ്ക്ക് ചുമക്കരുത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതാണ്, ഫൈൻഡ് എ ഗുഡ് ഫ്രണ്ട് whom you can share every burdens. നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നേഹിതനെ കണ്ടുപിടിക്കുക. ഒരു വിശ്വസ്തനായ, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന കാര്യം പറയത്തില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്നേഹിതൻ. ചിലപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ, കർത്താവിൻ്റെ ദാസനെ, എനിക്ക് അങ്ങനെ ഒരു സ്നേഹിതൻ ഇല്ല എന്ന് പറയുന്നെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠനായ നല്ലൊരു സ്നേഹിതനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേര് യേശു കർത്താവ് എന്നാണ്. ആരോടും ഒറ്റിക്കൊടുക്കാത്ത, ആരോടും പറഞ്ഞു കൊടുക്കാത്ത നല്ലൊരു സ്നേഹിതൻ, ഫൽസിക്കാതെ ഔദാര്യമായി സകലവും നൽകുന്ന നല്ല ഒരു അപ്പൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ഭാരതത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ശൃംഖലയായിരുന്ന ഒരു കോഫി ഷോപ്പിൻ്റെ ഉടമ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കോഫി ഷോപ്പ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു പാലത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് തൻ്റെ ഡ്രൈവറിനോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. പിൽക്കാലത്ത് നാം വായിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, യൗവനക്കാരിയായ ഭാര്യ ആ ബിസിനസ് ശൃംഖല ഏറ്റെടുത്ത് അതിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കാര്യം എനിക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലായത്, ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ വ്യക്തിക്ക് മാത്രമാണ് നഷ്ടം, ആ വ്യക്തിക്ക് മാത്രം സകലവും നഷ്ടപ്പെടും. നമ്മൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ചിന്തിച്ചു കൊള്ളുക, നാളെയും സൂര്യൻ ഉദിക്കും, നാളെയും കാര്യങ്ങൾ യഥാക്രമം നടക്കും, നമ്മുടെ വീട്ടിലെല്ലാവരും ആഹാരം കഴിക്കും. അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണയുള്ളവർ, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലൂസർ താങ്കൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഒരു തോൽവി അടയുന്ന വ്യക്തിയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുയേശുവിൽ താങ്കളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്.